നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച് LDF UDF മുന്നണികൾ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് LDFന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFന്റെ നെറ്റി ചുളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDFന്റെ വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല, മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPMുമായി കൊമ്പുകോർത്ത CPI മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിന്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ രാഷ്ട്രീയ വിഷയം. 24 നിലമ്പൂർ.